ഓഹ്! ഞാൻ ആക്ച്വലി 20,000 റുപ്പീസ് അതായത് 20,000 രൂപയുടെ താഴെയുള്ള ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആദ്യം ആലോചിച്ചത്. പിന്നെ നമ്മുടെ ഈ ഫ്ലിപ്കാർട്ടും ആമസോണിലൊക്കെ കയറി നോക്കിയപ്പോഴാണ് അവസ്ഥ ശരിക്കും മനസ്സിലായത്. പരിതാപകരം എന്നൊക്കെ പറയുന്നത് കുറഞ്ഞു പോകും. സോ പുതിയതായിട്ട് ഇറങ്ങുന്ന ഫോൺസിന്റെ പ്രൈസസ് കൂടുന്നുണ്ട്. കൂട്ടിയാണ് ഇറക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പഴയ ഫോൺസൊക്കെ നോക്കിയപ്പോൾ അതും ഇല്ല. ഇനി ഉള്ളതിന്റെ പ്രൈസും അവർ കൂട്ടിയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് എല്ലായിടത്തു നിന്ന് ഇങ്ങനെ ചുരണ്ടി കുറച്ച് നല്ല ഫോൺസ് 25,000 റുപ്പീസിന് താഴെ കുറച്ച് നല്ല ഫോൺസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീഡിയോയിലൊക്കെ. പിന്നെ 30,000 25,000 റുപ്പീസിൽ കിട്ടുന്ന HD+ IPS LCD ഡിസ്പ്ലേ ഉള്ള തൊലിഞ്ഞ ഫോൺസ് ഒന്നും ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. മിക്ക എല്ലാ ഫോണിലും AMOLED ഡിസ്പ്ലേ ആണ് ഉള്ളത്. മനസ്സിലായല്ലോ മാർക്കറ്റിന്റെ അവസ്ഥ. എനിവേ 20,000 റുപ്പീസിന്റെ താഴെയുള്ള ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോ ഞാൻ ട്രൈ ചെയ്യാം. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഫസ്റ്റ് ഫോണാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ Oppo K13 5G. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു പാക്കേജ് ആണ്. പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. IP65 റേറ്റിംഗ് ഉണ്ട്. എന്നാൽ അത്യാവശ്യം സ്ലിം യൂണിഫോം ബെസൽസ് ഉള്ള നല്ല ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ 120 Hz AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫോൺസിൽ വരാത്ത Qualcomm Snapdragon 6 Gen 4 അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റ് ആണ്. 6 Gen 4 ചിപ്സെറ്റ് ആയതുകൊണ്ടും അതിന്റെ കൂടെ UFS 3.1 സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അൾട്രാവൈഡ് ക്യാമറ വരുന്നില്ല. കൊടുത്തിരിക്കുന്ന മെയിൻ ക്യാമറ സോണി LYT മെയിൻ ക്യാമറയാണ്. എന്നാലും ക്യാമറ പെർഫോമൻസ് ഓക്കെ ഡീസെന്റ് എന്ന് പറയാൻ പറ്റും. മെയിൻ ക്യാമറ മാത്രമേ 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതിലും സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. എന്നാൽ 7000 mAh മഹായമണ്ടൻ ബാറ്ററി ഉള്ളതുകൊണ്ട് ഈസിലി നിങ്ങൾക്ക് 2 ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും നോർമൽ യൂസ് ആണെങ്കിൽ. പിന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അറിയാലോ കളർ ഓയസിന്റെ ഒരു സ്മൂത്ത്നെസ് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ബ്ലോട്ട്വെയർസും സംഭവങ്ങളും കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ഈ പ്രൈസ് റേഞ്ചിൽ പൊതുവെ കിട്ടാത്ത AI ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഈ ഫോണിന്റെ 8GB 128GB വേരിയന്റിന്റെ പ്രൈസ് ആണ് 22,999 രൂപ. പിന്നെ കൂടെ 500 രൂപയുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഫോണാണ് iQOO Vivo യൂസേഴ്സിന് വേണ്ടി. ആക്ച്വലി മറ്റൊരു വിവോ ഫോണും ഉണ്ടായിരുന്നു, Vivo T5X. പക്ഷെ അതിൽ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയില്ല. 25,000 റുപ്പീസിന് താഴെ നിങ്ങൾക്ക് iQOO Vivo ഫോൺ വേണം, കൂടെ AMOLED ഡിസ്പ്ലേ ഒക്കെ വേണമെങ്കിൽ ഈ ഫോൺ നോക്കാം. ഇതിൽ IP68 IP69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. MediaTekന്റെ Dimensity 7400 ചിപ്സെറ്റ് ആണ്. 25,000 റുപ്പീസിന്റെ താഴെയുള്ള പ്രൈസ് സെഗ്മെന്റ് ഉണ്ടല്ലോ, ഈ Dimensity 7400 ചിപ്സെറ്റ് ഉള്ള ഫോൺസുമായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. മിക്ക എല്ലാ ഫോണിലും ഈ ചിപ്സെറ്റ് ആണ്. അൾട്രാവൈഡ് ക്യാമറ കൊടുത്തിട്ടില്ല. പക്ഷെ കൊടുത്തിരിക്കുന്ന ക്യാമറ മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും നല്ല ഔട്ട്പുട്ട് ആണ് തരുന്നത്. പ്ലസ് നമുക്ക് ഇതിന്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് 4K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 5700 mAh ബാറ്ററിയാണ്. സോ 7500 ഒന്നും കിട്ടുന്നില്ലെങ്കിലും ഡീസെന്റ് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് തരും. പിന്നെ 44 വാട്ടിന്റെ ഡീസെന്റ് ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. ചാർജർ ബോക്സിലുണ്ട്. ഒറിജിൻ OS കൊടുത്തിട്ടുണ്ട്. ബ്ലോട്ട്വെയർസ് ഒക്കെ ഉണ്ടാവും, എടുത്ത് കളയേണ്ടി വരും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. ഫോണാണ് iQOO Z10 അല്ലെങ്കിൽ Vivo T4R. 8GB 128GB പ്രൈസ് ആണ് 22,999 രൂപ. അതിന്റെ കൂടെ 1000 ചില്ലുവാൻ രൂപയുടെ ക്യാഷ് ബാക്കും പിന്നെ EMI ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഈടാക്കാം. നെക്സ്റ്റ് ഫോണാണ് റിയൽമിയുടെ P4. ആക്ച്വലി ഇതിനേക്കാളും ബെറ്റർ ഒരു ഫോൺ ഉണ്ട്, Realme P3 Pro. ഞാനത് കുറേ തപ്പി വിട്ടു, ഫ്ലിപ്കാർട്ടിലൊക്കെ തപ്പി, ആമസോണിലും തപ്പി, എങ്ങും കിട്ടാനില്ല. സോ അത് നിങ്ങൾക്ക് 25,000 റുപ്പീസിന്റെ താഴെ അല്ലെങ്കിൽ ഈ Realme P4യുടെ പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, Realme P3 Pro വാങ്ങിച്ചോളൂ. ഇനി കിട്ടുന്നില്ലെങ്കിൽ Realme P4 നോക്കാം. IP64 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കൂടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. MediaTekന്റെ Dimensity 7400 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഡീസെന്റ് പെർഫോമൻസ് കിട്ടും. അൾട്രാവൈഡ് ക്യാമറ ഉണ്ട്, 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറ ഉണ്ട്. പിന്നെ റിയർ ക്യാമറ വെച്ച് മാത്രമേ നമുക്ക് 4K റെക്കോർഡിംഗ് പറ്റുള്ളൂ. ബാറ്ററി ബാക്കപ്പ് നല്ലതായിരിക്കും. 7000 mAh ബാറ്ററിയാണ്. സോ ഈസിലി 1-2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ ഉണ്ട്. Realme UI ഉണ്ട്. ബ്ലോട്ട്വെയർസ് ഉണ്ടാവും. കൂടെ AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് 6GB ആണ്. ഓക്കെ, 8GB അല്ല, 8GB ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 25,000 റുപ്പീസിന് താഴെ കിട്ടും. 6GBയുടെ പ്രൈസ് ആണ് 22,999 രൂപ. കൂടെ 1200 രൂപയുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഫോൺ ഓൺലി ഫോർ OnePlus യൂസേഴ്സ്. കാരണം ഇതിലങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. OnePlusന്റെ ഒരു ഓക്സിജൻ നോയ്സിന്റെ ഒരു സുഖം വേണമെങ്കിൽ നോക്കാം. പിന്നെ OnePlusന്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ താല്പര്യമുണ്ടെങ്കിൽ OnePlus Nord CE6 Lite 5G എന്ന ഫോൺ നോക്കാം. 144 Hz IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTekന്റെ Dimensity 7400 Apex ആണ്. സോ നമ്മൾ കണ്ട 7400 ഉള്ളൂ, അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ്, അത്രേ ഉള്ളൂ. 50 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. അൾട്രാവൈഡ് ഒന്നും വരുന്നില്ല. സെൽഫിയും 8 മെഗാപിക്സൽ ആണ്. നല്ല ബാറ്ററി ഉണ്ട്. 7000 mAhന്റെ ബാറ്ററി, 45 വാട്ടിന്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ OnePlus ഫാൻ ആണെങ്കിൽ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ വേറെ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ ഒരു ഗെയിമിംഗ് ഫോണും ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണ് ആ ഒരു ഫോൺ ഇപ്പോഴും 25,000 റുപ്പീസിന് താഴെ കിട്ടുന്നത്. ഞാനത് പറയാം. നെക്സ്റ്റ് ഫോൺ സാംസങ് ഫോണാണ്. ഓക്കെ,
നോർമലി സാംസങ് ഫോൺ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് സാംസങ് യൂസേഴ്സിന് വേണ്ടി മാത്രമാണ്, സാംസങ് ഫാൻസിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ആർക്കും വാങ്ങാവുന്ന ഒരു ഫോണാണ് ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്യാൻ പോകുന്ന ഫോൺ. സോ ഇതിൽ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ഉണ്ട്. ഈ പ്രൈസിൽ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് വേറെ ഒരു ബ്രാൻഡും തരില്ല. ഓക്കെ, സാംസങ് തരുന്നുണ്ട്. കൂടെ 120 Hz റിഫ്രഷ് ആയിട്ടുള്ള സാംസങ്ങിന്റെ സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ, അതിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും കിട്ടൂല, മോണോ സ്പീക്കർ ആണ് വരുന്നത്. പിന്നെ സാംസങ്ങിന്റെ എക്സിനോസ് ചിപ്സെറ്റ് ആണ്, ഓക്കെ ചിപ്സെറ്റ് ആണ്, ഡീസെന്റ്. നമ്മുടെ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 7400 ഉണ്ടല്ലോ, അതിന്റെ ആ സെയിം നിങ്ങൾക്ക് ഇവിടെയും കിട്ടും, ആ പെർഫോമൻസ് കിട്ടും. എന്നാൽ സാംസങ് ഈ ഫോണിൽ LPDDR5X RAM ആൻഡ് UFS 3.1 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ്. സോ നോർമൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം സ്മൂത്ത്നെസ് കിട്ടും. സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടും. അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്, HDR വീഡിയോസ് എടുക്കാൻ പറ്റും. പ്ലസ് സെൽഫി ക്യാമറ ആൻഡ് മെയിൻ ക്യാമറ രണ്ടും വെച്ച് നമുക്ക് സ്റ്റേബിൾ 4K വീഡിയോസും റെക്കോർഡ് ചെയ്യാം. വലിയ ബാറ്ററി ഒന്നും വരുന്നില്ല, 5000 mAh ബാറ്ററിയാണ്. 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടും. 45 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സാംസങ്ങിന്റെ ഫോണാണ്, സോ ബോക്സിൽ ചാർജറൊന്നും ഉണ്ടാവില്ല, വേറെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. പ്ലസ് 6 വർഷത്തെ OS അപ്ഡേറ്റിന്റെ പ്രോമിസും സാംസങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫോണാണ് M56 അല്ലെങ്കിൽ F56. M56 ആണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. F56 ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കാം. 8GB 128GB പ്രൈസ് ആണ്, 23,499 രൂപ. കൂടെ 1200 രൂപയുടെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന അടുത്ത ഫോൺ അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. അതായത് എല്ലാ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോണാണ് ഇവിടെ വന്നിരിക്കുന്നത്. മോട്ടോറോളയുടെ ഫോണാണ്. ഇവിടെ നമുക്ക് വീഗൻ ലെതർ ബാക്ക് ഉണ്ട്, സോ ആ ഒരു പ്രീമിയം ഫീൽ കിട്ടും. സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോണാണ്. IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനുമായി വരുന്ന ഫോണാണ്. കർവ്ഡ് ആംലോഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മോട്ടോറോള ഫോൺസിൽ നോർമലി കർവ് ഡിസ്പ്ലേസ് ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. പിന്നെ ആ സെയിം മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 7400 ചിപ്സെറ്റ് ആയതുകൊണ്ട് ഡീസെന്റ് പെർഫോമൻസ് കിട്ടും. ക്യാമറ പെർഫോമൻസ് ആക്ച്വലി നല്ലതാണ്. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്, അതും 13 മെഗാപിക്സൽ ആണ്. അത് മാക്രോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ആൻഡ് ബാക്ക് ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ബാറ്ററി ഡീസെന്റ് ആണ്, 5500 mAh ആണ്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. പിന്നെ മോട്ടോറോളയുടെ ഹെല്ലോ UI ഉണ്ട്. പിന്നെ മോട്ടോ AI 2.0 ഫീച്ചേഴ്സ് ഒക്കെ കാണും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണാണ് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ. 8GB 128GB പ്രൈസ് ആണ്, 22,999 രൂപ. കൂടെ 1200 ചില്ലുവാനും രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ മോട്ടോറോള ഫോൺ വിത്ത് ആമോലെഡ് ഡിസ്പ്ലേ വേണമെങ്കിൽ മോട്ടോ G96 എന്നൊരു ഫോൺ ഉണ്ട്, അതും വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. ഇൻഫിനിക്സിന്റെ ഒരു ഫോൺ കിടപ്പുണ്ട് ആക്ച്വലി 25,000 റുപ്പീസിനാണ്. നിങ്ങൾക്ക് ഇൻഫിനിക്സിന്റെ ബ്രാൻഡ് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം. നല്ല സ്പെസിഫിക്കേഷൻസ് ആണ്. അതായത് നമ്മുടെ നത്തിങ് ഫോണിൽ വരുന്ന രീതിയിലുള്ള ഒരു സെമി ട്രാൻസ്പെറന്റ് ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ആ ഒരു ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗെയിമിംഗ് വൈബുള്ള, പെർഫോമൻസ് ഗെയിമിംഗ് വൈബുള്ള ഒരു ഫോണാണ്. ഷോൾഡർ ട്രിഗേഴ്സ് ഒക്കെ ഉണ്ട് ഈ ഗെയിമിങ്ങിന് വേണ്ടി. 144 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സെയിം ഡയമൻസിറ്റി 7400 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കൂടെ LPDDR5X RAM ഉണ്ട്. സ്റ്റോറേജ് UFS 2.2 തന്നെയാണ്. ഡീസെന്റ് 5500 mAh ബാറ്ററി ഉണ്ട്. 45 വാട്ടിന്റെ ഡീസെന്റ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ രണ്ടും വെച്ച് 4K റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. ക്യാമറ പെർഫോമൻസും ഡീസെന്റ് ആണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ അത്യാവശ്യം ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഇൻഫിനിക്സ് ഫോൺസിൽ. ഇതിന്റെ 8GB 128GB വേരിയന്റിന്റെ പ്രൈസ് ആണ് 21,999 രൂപ. പിന്നെ അതിന്റെ കൂടെ 1200 രൂപയുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു പെർഫോമൻസ് സെൻട്രിക് അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോൺ. ആ ഫോണാണ് റിയൽമി P3 Ultra. 120 Hz റിഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രൈസ് പോയിന്റിൽ നമുക്കിപ്പം പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 8350 ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1.4-1.5 മില്യന്റെ അണ്ടർ സ്കോർ കിട്ടും. സോ നിങ്ങൾ 25,000 റുപ്പീസിന്റെ താഴെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം, അതിന് താഴെ നിങ്ങൾ അത്യാവശ്യം പെർഫോമൻസ് ഗെയിമിംഗ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ചോയ്സ്. ഞാൻ പോക്കോയുടെ കുറെ ഫോൺസ് തപ്പി നോക്കി, ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ക്യാമറ പെർഫോമൻസ് ഡീസെന്റ് ആണ്. അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇസ് നൈസ് ആക്ച്വലി. പക്ഷേ 4K റെക്കോർഡിംഗ് മെയിൻ ക്യാമറ വെച്ച് മാത്രമേ പറ്റുള്ളൂ. 6000 mAh അത്യാവശ്യം വലിയ ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസത്തിനപ്പുറത്തേക്കുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ ഉണ്ട്. AI ഫീച്ചേഴ്സ് ഉണ്ട്. 3 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് റിയൽമി ഇവിടെ തരും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. ഈ ഫോണിന്റെ 8GB 128GB പ്രൈസ് ആണ് 25,999 രൂപ. എന്നാൽ ഇപ്പം ഓഫർ ഉണ്ട്, 1200 രൂപയുടെ എങ്ങാണ്ട് ഓഫർ ഉണ്ട്. അതും കൂടെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 25,000 റുപ്പീസിന് താഴെ വാങ്ങിക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത മിക്ക എല്ലാ ഫോൺസിന്റെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ താഴെ പ്രൊഡക്റ്റ് ടാഗിങ് അവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.